കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് വരും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻ CPM MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾക്കുള്ള ശിക്ഷയാണ് കൊച്ചി CBI കോടതി ഇന്ന് പുറപ്പെടുവിക്കുക. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. CPM വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതിയായതാണ് കേസ്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിധി എപ്പോഴത്തേക്കാണ് വരിക? വിശദാംശങ്ങൾ കൂടി. അനു, 11 മണിയോടുകൂടി തന്നെ വിധി കോടതി കൂടിയ ആദ്യത്തെ വിധി തന്നെ പെരിയ കേസുമായിട്ടായിരിക്കും. മറ്റു നിരവധി കേസുകൾ കൂടി പരിഗണിക്കുന്നുണ്ട് എങ്കിൽ കൂടി കഴിഞ്ഞ തവണ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കേസാണ്. വിധി പ്രസ്താവം മാത്രമാണ്, ശിക്ഷാവിധി പ്രസ്താവം മാത്രമാണ് ബാക്കിയുള്ളത് എന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കോടതി ഈ ഒരു കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ തന്നെ പ്രതികൾക്ക് എന്തായിരിക്കും പരമാവധി ശിക്ഷ ലഭിക്കുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുക. ഇവിടെ CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ അടക്കം CPM നേതാക്കൾ പ്രതികളായ കേസാണ് ഇരട്ട കൊലപാതക കേസ്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി CPM ക്രിമിനൽ സംഘം ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണ് കേസ്. അതുതന്നെയാണ് കേസിന്റെ പ്രാധാന്യം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് എങ്കിൽ കൂടി 2 ചെറുപ്പക്കാരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു കേസ് എന്നത് തന്നെയാണ് പെരിയ ഇരട്ട കൊലപാതക കേസിനെ കോളിളക്കം സൃഷ്ടിച്ചതാക്കുന്നത്, ഒപ്പം തന്നെ പ്രമാദമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതിൽ എല്ലാ പ്രാദേശിക തലം മുതൽ ജില്ലാ തലം മുതലുള്ള നേതാക്കൾ പങ്കാളികളായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. ഒന്ന്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതിൽ പ്രാദേശിക നേതാക്കളുണ്ട്, ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ ജില്ലാ നേതാക്കളുണ്ട്, ആസൂത്രണം നടത്തിയതിൽ ഗൂഢാലോചന നടത്തിയതിൽ നേതാക്കളുടെ പങ്കാളിത്തമുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഒരുപോലെ പ്രതികളായതാണ് ഈ കേസ് എന്നത് തന്നെയാണ്. അതിൽ 24 പേരിൽ 14 പേരെയും കോടതി കുറ്റക്കാരായി കണ്ടെത്തി എന്ന് പറയുമ്പോൾ CBI അന്വേഷണത്തിലൂടെ ശാസ്ത്രീയമായ തെളിവുകൾ മുൻനിർത്തി CBI നടത്തിയ അന്വേഷണത്തിലൂടെ തന്നെയാണ് ഇവർക്കെതിരായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർക്കെതിരായ പ്രധാനപ്പെട്ട മൊഴികൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞത്. ആദ്യം 14 പേർ മാത്രമായിരുന്നു, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ 14 പേർ മാത്രമായിരുന്നു പ്രതികൾ. അന്ന് ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കേസിൽ സമഗ്രമായ അന്വേഷണം വേണം, കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ഉത്തരവ് നൽകുന്നു. അവിടെ CBI അന്വേഷണം വേണം, CBI അന്വേഷണത്തിലൂടെ സമഗ്രമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് കോടതി കൂടി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് CBI അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. എല്ലാ തരത്തിലും ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം ഇവിടെ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കുകയും തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിച്ചുകൊണ്ട് നേതാക്കളിലേക്ക് എത്തുന്ന അന്വേഷണം തടയാനുമായിരുന്നു അവിടെ CPM ശ്രമിച്ചിരുന്നത്. എന്നാൽ അവിടെയും സർക്കാരിന് തിരിച്ചടി നേരിട്ടു. CBI അന്വേഷണത്തിനുമായി മുന്നോട്ട് പോകാമെന്ന് എല്ലാ കോടതികളും വിധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആരംഭിക്കുന്നത്. CBI അന്വേഷണം ആരംഭിച്ചതിന് ശേഷം തികച്ചും ശാസ്ത്രീയമായും ഒപ്പം തന്നെ അവിടെ ഈ ഒരു കൊലപാതകം വീണ്ടും അതേ രീതിയിൽ തന്നെ പുനരാവിഷ്കരിച്ചുമെല്ലാമാണ് CBI അത്ര ശാസ്ത്രീയമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. എങ്ങനെയാണ് അവിടെ CPM ക്രിമിനൽ സംഘം പീതാംബരന്റെ നേതൃത്വത്തിലുള്ള സംഘം എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നത് ഒരിക്കൽ കൂടി പുനരാവിഷ്കരിച്ചു. എങ്ങനെയാണ് ആക്രമിച്ചത് എന്നത് കാര്യം വ്യക്തമായി. അവിടെ കൃപേഷ് തലയ്ക്ക് വെട്ടേറ്റ് ഏറെ ദൂരം മുന്നോട്ട് ഓടിയതിന് ശേഷം തൊട്ടടുത്ത ഒരു കാട് പിടിച്ച പറമ്പിലേക്ക് വീണു പോവുകയായിരുന്നു. അവിടെയായിരുന്നു കൃപേഷിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ശരത് ലാലിന്റെ മൃതദേഹം നിരവധി വെട്ടും കുത്തുമേറ്റ നിലയിൽ ബൈക്കിനോട് ചേർന്ന് തന്നെ പെരിയയിൽ കല്യാട്ട് ആക്രമിക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ശരത് ലാലിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ തെളിവുകളും മുറിവുകൾ നേരത്തെ പോലീസ് അന്വേഷിച്ചപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവർ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങളും ഈ മുറിവുകളും തമ്മിൽ ശാസ്ത്രീയമായി തന്നെ പൊരുത്തപ്പെടുകൾ, ആ ആയുധം വെച്ചാണ് ഈ മുറിവുകൾ ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കാൻ ആവശ്യമായ യാതൊരു ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. പിന്നീട് CBI അന്വേഷണം വന്നതിന് ശേഷമാണ് ഈ ആയുധങ്ങൾ വെച്ച് തന്നെയാണ് പ്രതികൾ ആക്രമിച്ചത്, ഈ ആയുധങ്ങളേറ്റുള്ള മുറിവുകളാണ് മരണത്തിന് കാരണമായത് എന്നതടക്കമുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ ലഭിക്കുന്നതും അത് കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്തു. നേരിട്ട് വെട്ടിയ ആളുകൾ, അവരെ പിടിച്ചു വെച്ച കൊടുത്ത ആളുകൾ, ബൈക്ക് തടഞ്ഞു നിർത്തിയ ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു പ്രതിപ്പട്ടികയിലേക്ക് വന്നു. കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ളതായി
കോടതി കണ്ടെത്തിയ 10 പേരാണ്. 8 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു, മറ്റ് 2 പേർ ഗൂഢാലോചനയുടെ ഭാഗമാവുകയും എല്ലാം ചെയ്തു. അങ്ങനെ പ്രതികളുടെ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ അവിടെ CBIക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാവധി ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഓരോ പ്രതികളും ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയ കുഞ്ഞിരാമൻ അടക്കമുള്ള മറ്റ് പ്രതികൾക്കെല്ലാം തന്നെ പരമാവധി ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കൾ, മാതാപിതാക്കൾ എല്ലാം തന്നെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, തങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്. ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ചുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കണമെന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രോസിക്യൂഷനും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് അന്തിമ വിധി പ്രസ്താവം വന്നതിന് ശേഷം, ശിക്ഷാവിധി പ്രസ്താവിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർന്നുള്ള അപ്പീൽ നടപടികളുമായി ഇവർ മുന്നോട്ട് പോവുക, CBI മുന്നോട്ട് പോവുക. ഈ 10 പേർ കൂടി കൃത്യത്തിൽ പങ്കാളികളായ ആളുകൾ തന്നെയാണ്. വിവിധ തലത്തിൽ, അതായത് ഗൂഢാലോചനയാണെങ്കിലും പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിലാണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിൽ പങ്കാളികളായ ആളുകളാണ്. അവർക്കും കൊലപാതകത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കാനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെയും, ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 24 പേരെയും ശിക്ഷിക്കണം എന്ന കാര്യം തന്നെയായിരിക്കും അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുക. പ്രതികളെ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ തുടർ നടപടികളുമായി കോടതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രോസിക്യൂട്ടർ തീരുമാനിക്കുകയും ചെയ്തത്. അവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു. സകല സംവിധാനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഒരു നിയമ പോരാട്ടം നടത്തിയിട്ടും, സകല സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ട് തന്നെയായിരുന്നു ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതക കേസിൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത്, CBIക്ക് കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തത്. പീതാംബരന് ഇവരുമായി ഉണ്ടായിരുന്ന ഒരു വൈരാഗ്യം, ശരത്ലാലും കൃപേഷ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഉണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത് രാഷ്ട്രീയ കൊലപാതകമായി പിന്നീട് മാറ്റുകയായിരുന്നു. അതായത് മറ്റു രാഷ്ട്രീയ CPMന്റെ തന്നെ ഭാരവാഹികളെ കൂടി അതിൽ പങ്കാളികളാകുന്നു. അവർ കൂടി കൊലപാതകത്തിൽ മാറിക്കൊണ്ട് പാർട്ടി തലത്തിൽ തന്നെ ആസൂത്രണം ചെയ്ത് കൊലപാതകം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിക്കൊണ്ടുവരികയായിരുന്നു പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ചെയ്തത്. ഏറ്റവും ആദ്യം അത് KSU SFI സംഘർഷത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് CPM കോൺഗ്രസ് സംഘർഷത്തിലേക്ക് മാറുകയും അന്നുണ്ടായ ചില തർക്കങ്ങളുടെ പേരിൽ വൈരാഗ്യം കൃപേഷിനോടും ശരത്ലാലിനോടും പീതാംബരന് ഉണ്ടാവുകയും പീതാംബരൻ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവരോട് പകരം ചോദിക്കണമെന്ന കാര്യം പറയുന്നു. പിന്നീട് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതലുള്ള ചില ഭാരവാഹികൾ കൂടി ഈ കൃത്യത്തിൽ പങ്കാളികളാവുകയും അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് ഗൂഢാലോചന നടത്തിയാണ് ഈ കൃത്യം നടത്തുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത പറമ്പിൽ ഒളിച്ചു നിന്നുകൊണ്ടാണ് പ്രതികൾ, ഈ ആളുകൾ വരുമ്പോൾ, ഇവർ രണ്ടുപേരും വരുമ്പോൾ ആ ബൈക്കിന് മുന്നിലേക്ക് ചാടി വീഴുന്നതും അവരെ ആക്രമിക്കുന്നതും, കൃപേഷിനെ തലയ്ക്ക് മാരകമായി തന്നെ ഒറ്റ വെട്ടുകൊണ്ട് മുറിവേൽപ്പിക്കുന്നതും, ശരത്ലാലിനെ നിരവധി വെട്ടുകൾ ഏൽപ്പിച്ചുകൊണ്ട് മൃതപ്രായനാക്കിക്കൊണ്ട് അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു ദാരുണമായ സംഭവത്തിലേക്ക് അത് നീങ്ങുകയും എല്ലാം ചെയ്തത്. അനു, ശരി ജിജേഷ്.